ഡോക്ടർ മോഹൻ റോയ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ വർഷം നമ്മളിപ്പോൾ 2 മാസം പൂർത്തിയായിട്ടില്ല. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ 3 വലിയ കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ട്. ഒന്ന് പാലക്കാട്, ഒന്ന് എറണാകുളം ചേന്ദമംഗലത്ത്, ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്. അതല്ലാതെ ഇപ്പോൾ ഒരു മകൻ ഡി അഡിക്ഷൻ ചികിത്സക്കിടെ വന്ന് അമ്മയെ, അതും ക്യാൻസർ രോഗിയായിരുന്ന അമ്മയാണ്, അമ്മയെ വെട്ടിക്കൊന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം വടക്കൻ കേരളത്തിൽ നിന്ന് വായിച്ചു. ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ, ക്രൈം ആശങ്കാജനകമാവണ്ണം കൂടുകയാണ്. അതിൽ തന്നെ ഈ യുവാക്കൾ കൂടുതലായി പ്രതികളാവുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഒരൊറ്റ ഇൻസിഡന്റ് എന്നുള്ളതിനപ്പുറത്ത് കേരള സമൂഹത്തെ ആകെ എടുത്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനൊരു, ഇപ്പം ബാക്കിയുള്ള അസുഖങ്ങൾക്കൊക്കെ വാക്സിനും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊരു സാമൂഹ്യ കുറ്റകൃത്യമാണ്. അതിനെന്ത് വാക്സിൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ ആലോചിക്കണമല്ലോ. തീർച്ചയായും ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം തകരാറിലാകുന്നു എന്നുള്ളതിൻ്റെ പരോക്ഷ സൂചകങ്ങളായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ തകരാറിലാകുന്ന ഒരു സമൂഹത്തിനെ തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. സ്കൂളുകൾ തന്നെ ഈ സമ്മർദ്ദാതിജീവന തന്ത്രം ഉൾപ്പെടെയുള്ളവ പരിശീലിപ്പിക്കപ്പെടേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച ചെറിയ മാനസിക പ്രശ്നം, ഇപ്പോൾ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറൊക്കെയുള്ള കുട്ടികൾ, അവർ പിന്നെ സ്വഭാവ വൈകല്യങ്ങളിലേക്കും സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കുമൊക്കെ പോകുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് വേണ്ട, അത് സർക്കാരിൻ്റെ ഒരു ഏജൻസി മാത്രമല്ല. ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ആ വീട്ടിലെ കാര്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരാളെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് അവരുടെ കുറ്റമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്, നമ്മുടെയൊക്കെ തന്നെ കുറ്റമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ അവരെ പരിശീലിപ്പിക്കുന്നതിൽ നമ്മൾ പ്രാപ്തരല്ലായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു അറ്റംപ്റ്റും ഒക്കെ നടത്തിയ, ഒരു ആത്മഹത്യ പ്രവണതയുള്ളവരോ ആത്മഹത്യ ശ്രമമൊക്കെ നടത്തിയ കുട്ടികളെ നിരന്തരമായി കുറഞ്ഞത് ഒരു 18 വയസ്സ് വരെയോ അതിനുശേഷമോ ഒക്കെ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അസ്വാഭാവികമായ രീതിയിൽ ഇപ്പോൾ ക്രൈസിസ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. നമ്മൾ പഴയകാലത്തെ മലയാള സിനിമകളിലേക്ക് വീരനായകന്മാർ, ഞാൻ ഈ സിനിമയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് ആണ് സിനിമയിൽ തന്നെ അവസാനിപ്പിക്കുന്നത്. പഴയ കാലത്തൊക്കെ ഉള്ള മലയാള സിനിമയിലെ നായകന്മാരൊക്കെ ഇത്തരം ക്രൈസിസിൽ നിന്നും ഉയർന്നു വന്നവരും അതിനുശേഷം ജീവിത വിജയം നേടിയവരുമായ നായകന്മാരെ കണ്ടു വളർന്ന നമ്മളെ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നയിക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും പങ്കുണ്ടെങ്കിൽ അതും കർശനമായി തന്നെ തടസ്സപ്പെടുത്തേണ്ടതുണ്ട്. ലഹരിയുടെ ഉപയോഗം എല്ലാത്തിനും മുകളിൽ ഇതിൽ പല കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് അതിനെതിരെ അപ്പം തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പൂർണ്ണമായ ഒരു എഫർട്ട്, അത് സ്കൂൾ തലം തുടങ്ങി നമ്മുടെ സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും, അത് ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങളാവട്ടെ, സാമൂഹ്യ സുരക്ഷയാവട്ടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പാകട്ടെ, എക്സൈസ് ആകട്ടെ, പോലീസാകട്ടെ, നീതിന്യായ വ്യവസ്ഥ ആകട്ടെ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലെങ്കിലും ഇത്തരത്തിലൊരു ചർച്ച, നമുക്ക് മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യാമെങ്കിലും ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും.